السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة سيدنا مولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلت حيلتي أدركني. ബഹുമാനവും സ്നേഹം നിറഞ്ഞ ഈ മഹല്ലത്തിൻ്റെ ഖത്തീബും അതുപോലെ ഈ മഹത്തായ ദർസിൻ്റെ മുദരിസുമായ ബഹുമാനപ്പെട്ട അഹമ്മദ് ഷരീഫ് ഖാമിൽ സഖാഫി ഉസ്താദ്, അതുപോലെ ഈ മഹല്ലത്തിൽ ഖിദ്മത്ത് ചെയ്യുന്ന എല്ലാ ഉസ്താദന്മാരും, ഈ പള്ളിക്കും ഇവിടുത്തെ ഖിദ്മത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുനീർ സാഹിബ്, അതുപോലെ പള്ളിയുടെ സെക്രട്ടറി, മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ട ഖാദിമീങ്ങളായ കമ്മിറ്റി ഭാരവാഹികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്തോടുകൂടി റബ്ബിൻ്റെ ത്വഅത്ത് വജ്ഹ് കരുതി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ചെയ്യുന്ന എല്ലാ ഖിദ്മത്തും കാര്യങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, നല്ലവരായ ഈ നാട്ടിൻ്റെ ഉമറാക്കൾ, ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, ഒരു പ്രസംഗത്തിൻ്റെ സമയമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇന്നും നാളെയും സമാപന ദിവസമാകുന്ന ഞായറാഴ്ച സമാപിക്കുന്നതിൻ്റെ ഇടയിൽ ചെയ്തു തീർക്കേണ്ട, പറഞ്ഞു തീർക്കേണ്ട ഒരുപാട് പരിപാടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും ഈ മാസം അനുസ്മരിക്കുന്ന മഹാനായ ഖാജാ തങ്ങൾ, അല്ലാഹു തആല അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പ്രയാസങ്ങളില്ലാതെ ഉദ്ദേശിച്ചതിനേക്കാളും ഖൈറായ സന്തോഷകരമായ നിലയിൽ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. വലിയ ഒരു സന്തോഷത്തിലാണ് ഈ പരിപാടിയിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. ഞായറാഴ്ച വരാനാണ് കരുതിയത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഞായറാഴ്ച വരും. ഇന്ന് വരാനുള്ള കാരണം, ഇനി ഞായറാഴ്ച എങ്കാലും ചിലപ്പോൾ നമുക്കറിയാം സാധാരണ ധാരാളം പരിപാടിയും മറ്റൊക്കെ ഉണ്ടാകുന്ന ദിവസമായതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ ഈ ഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ന നിലക്ക് ഒരു അഡ്വാൻസ് ആയിട്ടാണ് ഇന്നത്തെ പരിപാടിയിലേക്ക് വന്നത്. ഒരു ഗസ്റ്റ് അങ്ങനല്ല വന്നത്. ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിനെ നല്ല അതിരറ്റ് മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നു. അത് വ്യക്തിപരമായ സ്നേഹമല്ല. ഞാൻ സ്നേഹിക്കുന്ന കാരണം, ഈ നിലയിൽ ഉസ്താദ് അവറുകൾ മുതഅല്ലിമീങ്ങളെ ഇൽമിൻ്റെ ഒരു വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഉസ്താദിനും അതുപോലെ എനിക്ക് ഉസ്താദിന് എന്നോടും ഉള്ള ആ മഹബത്ത് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല അത് നിലനിർത്തി തരുമാറാകട്ടെ. വലിയ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഈ നാട്ടുകാരായ, ഈ മഹല്ലത്തുകാരായ ആണ് പെണ്ണ്, നിങ്ങൾക്കൊക്കെ വലിയ ഭാഗ്യമാണ് അല്ലാഹു തആല ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. ഒരു മുഖസ്തുതിയായിട്ട് പറയുന്നതല്ല എന്ന് എന്നെക്കാളും വിവരമുള്ള നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപാട് മഹല്ലുകൾ പഴയ കാലഘട്ടത്തിൽ തന്നെ 30ഉം 40ഉം, അന്ന് 40 മുതഅല്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ ദർസാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 40 അതായിരിക്കും കൂടുതൽ മുതഅല്ലിമീങ്ങൾ ഉണ്ടാവുക. സാധാരണ സൗകര്യം നോക്കി 20, 25, ഒരു 40 മുതഅല്ലിമീങ്ങൾ ഒരു സ്ഥലത്തുണ്ട് എന്ന് വെച്ചാൽ വലിയ ദർസായിട്ടാണ് നമ്മൾ അന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഭക്ഷണം കൊടുക്കാൻ
വലിയ പ്രയാസമുള്ള ആ സന്ദർഭങ്ങളിൽ ചിലപ്പോ ഒരു വീട്ടിൽ തന്നെ 1, 2, 3 ആളുകൾക്ക് ഭക്ഷണം നൽകിയിട്ടാണ് അവിടുത്തെ മുതഅല്ലിമീങ്ങളെ ആ നാട്ടുകാർ സ്വീകരിച്ചത്. ഇന്ന് ഒരു വീട്ടിൽ 5 ആൾക്കുള്ള ഭക്ഷണം കൊടുക്കാനും ഒരു നാട്ടിൽ 100-നെക്കാളും കൂടുതൽ ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ നിഅമത്തുകളുള്ള ഇന്നത്തെ ഈ സന്ദർഭം നമുക്കറിയാം. കഴിഞ്ഞ കാലത്ത് ഇന്ന മഹല്ലിൽ ഇത്തരം മുതഅല്ലിമീങ്ങൾക്ക് ഇന്ന ഉസ്താദ് ദർസ് നടത്തിയിരുന്നു എന്ന് പറഞ്ഞിരുന്ന പല മഹല്ലുകളും ഇന്ന് ദർസില്ലാതെ വെറും പള്ളിയും നിസ്കാരവുമായി മുന്നോട്ട് പോകുമ്പോ കാരണം എന്ത്? ഒരുപാട് പരിമിതികൾ ഉസ്താദന്മാർക്ക് മഹല്ലത്തിൽ ഉണ്ടാകുമ്പോ അത് ഒഴിവാക്കി വേറൊരു സ്ഥലം തേടി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. നമുക്കിന്ന് ധാരാളം സ്ഥാപനങ്ങൾ കാണുന്ന അതിന്റെ ശില്പികൾ നോക്കിയാൽ ഒരു കാലഘട്ടത്തിൽ ഓരോ വലിയ മഹല്ലുകളിൽ പറഞ്ഞതുപോലെ 30-40 മുതഅല്ലിമീങ്ങൾക്ക് അവിടുത്തെ പാവപ്പെട്ട ആളുകൾ ഭക്ഷണം നൽകി ഉസ്താദന്മാർ ദർസ് നടത്തിയ ആ മഹല്ലുകൾ പിന്നീട് അല്ലാഹുവിന്റെ ഖളാ കൊണ്ടോ മറ്റോ അത് നിർത്തിപ്പോകുന്ന ഒരവസ്ഥ. പിന്നീട് ഇൽമിന് വേണ്ടി അവർ സ്വന്തമായി സ്ഥലം തേടി ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി സ്ഥാപനങ്ങളാക്കി മാറ്റി. അൽഹംദുലില്ലാഹ്, ഇന്ന് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദിന്റെ കീഴിലായി എത്ര ദർസുണ്ട്? അൽഹംദുലില്ലാഹ്, ഉസ്താദ് പറഞ്ഞ ആ എണ്ണം വല്ലാത്ത അത്ഭുതപ്പെടുത്തി പോയി. ഇന്ന് നമുക്ക് കാണുന്ന വലിയ സ്ഥാപനങ്ങളിൽ 100, 150, 200 മക്കള് താമസിച്ച് പഠിക്കുന്ന സ്ഥാപനം നമുക്കറിയാം. വലിയ വലിയ സ്ഥാപനങ്ങളായി അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആ വലിയ സ്ഥാപനത്തിലേക്ക് എത്ര ചെലവുകൾ ഉണ്ടാകും? അതൊക്കെയും ഈ ഒരൊറ്റ ഈ ഉക്കുട എന്ന ഈ ദർസ് കേന്ദ്രീകരിച്ചു കൊണ്ടുകൊണ്ട് ഇവിടെയും മറ്റുള്ള ഭാഗങ്ങളിലായി ബഹുമാനപ്പെട്ട ഉസ്താദും ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ, അൽഹംദുലില്ലാഹ് എനിക്ക് പരിചയമുള്ള ശിഷ്യന്മാരായ മുദരിസന്മാർ ബഹുമാനപ്പെട്ട മുർഷിദ് ഹാഷിമി ഉസ്താദും മിഖ്ദാദ് ഹാഷിമി ഉസ്താദും ഓരല്ലേ നമുക്ക് നല്ല വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. അതോടൊപ്പം ഉസ്താദിന്റെ ശിഷ്യന്മാരായ മറ്റുള്ള മുദരിസന്മാർ, അള്ളാഹു അവരുടെ ഇൽമിൽ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. മുതഅല്ലിമീങ്ങളെ ഇനിയും ഇനിയും നല്ല ഇൽമു പറഞ്ഞ് അവരെ വാർത്തെടുക്കാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഉസ്താദിന്റെ അടുക്കൽ പഠിക്കുന്ന ഇനിയും ഒരുപാട് മുതഅല്ലിമീങ്ങൾ നാളെ മുദരിസന്മാരായ അവർക്കും മുതഅല്ലിമീങ്ങളെ വാർത്തെടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. എത്ര വലിയ സന്തോഷാണ്! ഈ സന്തോഷത്തിൽ എല്ലാ വിഷയങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഈ മഹല്ലത്തിന്റെ പ്രിയപ്പെട്ട നേതാക്കൾ, അള്ളാഹു അവർക്ക് ഖൈർ ഏറ്റി കൊടുക്കുമാറാകട്ടെ. വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് ദുആ ചെയ്യുന്നത്. നമുക്ക് പൊതുവെ മുതഅല്ലിമീങ്ങളോടും ഉസ്താദന്മാരൊക്കെ മഹബ്ബത്ത് വെക്കുന്ന ആളാണ്. മുതഅല്ലിമീങ്ങളോടും ഉസ്താദന്മാരും അവരോട് വലിയ സ്നേഹമാണ് നമ്മളൊക്കെ മനസ്സിലുള്ളത്. അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ മക്കളും ആ രൂപത്തിൽ എന്താവണം, ആലിമീങ്ങളാവണം. എൻ്റെ മോനും ഞാന് ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദിന്റെ പൂനൂർ ഓഫ് ക്യാമ്പസ് ഹസനുൽ ബസരി മുട്ടം അവിടെ ചേർത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി നിങ്ങളെ ദുആയിൽ എൻ്റെ ആ കിടാവിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മളെല്ലാ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു ഞങ്ങളെ മക്കളൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. നമുക്കറിയാം ഇന്ന് പരിസരങ്ങൾ സമയം നീണ്ടുപോകുന്നതുകൊണ്ട് സംസാരിക്കുന്നില്ല. ഇന്ന് നമുക്ക് നമ്മളെ മക്കളൊക്കെ വേണ്ടതുപോലെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമാണ്. സുബ്ഹാനല്ലാഹ്, ഒറ്റൊരു വിഷയം. ഞാൻ ഇന്നലെ ബാംഗ്ലൂരിൽ പോയി 2-3 ദിവസം നിന്ന് ഒരു ആവശ്യത്തിന് പോയതാണ്. വരുന്ന സമയത്ത് തുമക്കൂറായി ബഗ്ദാദു സാനി എന്നറിയപ്പെടുന്ന മഹാന്മാരായ ഗൗസുൽ ആദം തങ്ങളെ പുള്ളിമാർ 14ാമത്തെ പുള്ളി, അതിന്റെ ശേഷം 15ാമത്തെ 16ാമത്തെ ഇങ്ങനെ തുടങ്ങി ഒരു 7ഓളം മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ പുള്ളിമാർ ജീവിച്ചിരിക്കുന്ന ഒരു മഹാനും കൂടിയുണ്ട്. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളിലേക്കും ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളിലേക്കും എത്തുന്ന
ആ വ്യക്തമായ സനദ് അടക്കമുള്ള ആ സയ്യിദ് സാധാരണ ഒരു മനുഷ്യരാണ്, ആലിമൊന്നും അല്ല. പക്ഷേ സംസാരിക്കുമ്പോൾ ആലിമിനെക്കാളും കൂടുതൽ ഇൽമു പറയാൻ കഴിയുന്ന നല്ല തഖ്വയുള്ള ഒരു മുഖ്ലിസായ മനുഷ്യൻ. അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ കൂട്ടത്തിൽ വരുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഒരു മുദരിസായ ഒരു വലിയ ഉസ്താദ് ഉണ്ടായി. അയാളെ നാട്ടിന്റെ പരിസരങ്ങളിലുള്ള വിഷയം പറയുമ്പോ, ഇന്ന് ആണുമക്കള് മാത്രല്ല, ആണുകിടാക്കള് മാത്രല്ല, പെണ്ണുകിടാക്കള് നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറം നാടുകളിൽ പോയി പഠിക്കുന്ന ആ വിദ്യാർത്ഥിനികള് സുബ്ഹാനല്ലാഹ് ഈ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തെറിച്ചുപോയ നിരീശ്വരവാദത്തിലേക്ക് എത്തിയ വിഷയങ്ങൾ ഇങ്ങനെ ഒരുപാട് സംസാരിച്ച് സുബ്ഹാനല്ലാഹ്. നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ ഈ സന്ദർഭം നമ്മൾ ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ, ഈ നാട്ടുകാരായ നിങ്ങൾ ചിന്തിക്കണം. പ്രത്യേകിച്ചും ഈ പള്ളിയിൽ വെച്ചുകൊണ്ട്, ഈ ദർസിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് നൂറുകണക്കിന് മുതഅല്ലിമീങ്ങളെ വാർത്തെടുക്കുമ്പോ, ഇതിന്റെ പുറമെ മറ്റുള്ള മഹല്ലുകളിലേക്ക് അത് വ്യാപിച്ചു കിടക്കുമ്പോ, ഇത് വെറും ഒരു ഫഖർ പറയാൻ വേണ്ടിയിട്ടല്ല, അല്ലാഹു ചെയ്ത ഈ വലിയ അനുഗ്രഹത്തിനെ ഈ സമയത്ത് നമ്മൾ ഓർക്കണം. ഒരു കുട്ടിയെങ്കാലും ഈ പറഞ്ഞതുപോലെ സഹോദരിമാർ വരെ വഴിതെറ്റുന്ന ഈ സന്ദർഭത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വഴിതെറ്റുന്ന ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെ ചിന്തിച്ചത് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് വഴിതെറ്റി പോകുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നല്ല വിദ്യാഭ്യാസമുള്ള, എന്തിനേറെ നല്ല മതപരമായ ഇൽമുകൾ നേടിയ പലരും പഴിച്ചു പോകുന്ന ഈ സന്ദർഭത്തിൽ ഉസ്താദ് അവറുകളുടെ അധ്വാനം കൊണ്ട് അൽഹംദുലില്ലാ നൂറുകണക്കിന് മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങളായി ഇന്ന് നാനാഭാഗങ്ങളിൽ സേവനം ചെയ്യുമ്പോ, ഈ നാട്ടിലുള്ള ഉമ്മമാർ, ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ നാട്ടുകാരായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു വിഹിതം നിങ്ങൾ റബ്ബിന്റെ വജ്ഹ് കരുതിയിട്ട് ഭക്ഷണം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷിക്കാം. ദുനിയാവിലും ആഖിറത്തിലും ഇതിന്റെ ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ പരാജയത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്കിലും അല്ലാഹു കാത്തു സലാമത്താക്കുമാറാകട്ടെ. നമുക്ക് പറയാൻ കഴിയും, പടച്ചവനെ, എന്റെ അടുക്കലിൽ വലിയ അമലുകളൊന്നും ഇല്ലെങ്കിലും ഈ രൂപത്തിൽ ഒരു മുതഅല്ലിമിനെങ്കിലും എന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഞാൻ അതിൽ നിന്നൊരു വിഹിതം നൽകിയിട്ടുണ്ട് റബ്ബേ എന്ന് പറഞ്ഞ് നാളെ ആഖിറത്തിൽ നമുക്ക് സലാമത്താവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തി തരുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി, ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന, കഴിഞ്ഞ വർഷം പരിപാടി കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഉസ്താദിനെ ഞാൻ കാണാൻ വേണ്ടി എന്തോ ഒരു ആവശ്യത്തിന് വന്നപ്പോ ഞങ്ങൾ ഈ പരിപാടിയുടെ വിഷയങ്ങൾ കുറെ, കഴിഞ്ഞ വർഷമല്ല മുമ്പത്തെ വർഷം സംസാരിച്ചപ്പോൾ ഉസ്താദ് പറയുമ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. കാരണം 3 ദിവസം ഈ പരിപാടി നടക്കുമ്പോ ഒരുപാട് ചെലവുകളുണ്ട്. ചെലവിന്റെ പുറമേ എത്രയോ ദിവസങ്ങളുടെ അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട്. വെറും ഒരു 3 ദിവസം മാത്രമല്ല, മാസങ്ങളോളം ഇതിനൊക്കെ ശരിയാക്കിയെടുക്കാൻ വേണ്ടി ഈ രൂപത്തില് ഉസ്താദിന്റെ കൂടെയുള്ള മുദരിസന്മാരും മറ്റുള്ള ഉസ്താദന്മാരും ഈ പള്ളിയുടെ കമ്മിറ്റിക്കാരും ഈ നാട്ടുകാരും ഒക്കെ ഒരുമിച്ച് നിന്നപ്പോ അൽഹംദുലില്ലാഹ് അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഒറ്റ ദുആ ഇതൊക്കെ സ്വീകരിക്കണം. ഇതൊക്കെ സ്വീകരിച്ചാലോ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നമുക്ക് ദുനിയാവിലും സന്തോഷിക്കാം, ആഖിറത്തിലും അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഈ മഹല്ലത്തിന്റെ നേതൃത്വമാണ്, വലിയ അനുഗ്രഹമാണ് മഹാനായ സയ്യിദ് കുമ്പോൾ ആറ്റക്കോയ തങ്ങൾ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഞാൻ തങ്ങൾ അതിരറ്റ് മഹബത്ത് വെക്കുന്ന ആളാണ്, അത് തങ്ങൾക്കും അറിയും. ഞാൻ തങ്ങൾ അതിരറ്റ് മഹബത്ത് വെക്കുന്ന ആള് എന്ന് തങ്ങൾക്ക് അറിയും. തങ്ങളും എന്നോട് നല്ല സ്നേഹം കാണിക്കുന്നു.
മഹാനായ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. തങ്ങളോടും വലിയ സ്നേഹമാണ്, തങ്ങൾക്കും സ്നേഹമാണ്. അങ്ങനെ കുമ്പോല് വലിയ ആ മഹത്വമേറിയ അവരുടെ നേതൃത്വം അൽഹംദുലില്ലാ നമുക്ക് കിട്ടിയത് ഈ നാട്ടുകാരായ നമ്മുടെ ഭാഗ്യമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആഫിയത്തിന് വേണ്ടി, അവരുടെ ദീർഘായുസ്സിന് വേണ്ടി, അവരുടെ എക്കാലത്തുമുള്ള നേതൃത്വത്തിന് വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യണം. നാം കടപ്പെട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ ജീവിച്ചിരിക്കുന്ന എല്ലാ മഹത്തുക്കളായ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉസ്താദ് മുഈസുന്ന പൊന്മള ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം അല്ലാഹു തആല നേതൃത്വം അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് നിങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി, സമയം നീണ്ടുപോയെങ്കിലും പൊരുത്തപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.